ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം നഗരത്തിൽ കൃത്രിമ മഴ പെയ്യിപ്പിച്ച് നഗരസഭ. പൊങ്കാല കഴിഞ്ഞുള്ള ശുചീകരണത്തിന് ശേഷം റോഡിലെ പൊടിപടലങ്ങളും മാലിന്യങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള നടപടിയാണ് ഇപ്പോൾ അവിടെ ആരംഭിക്കുവാൻ തുടങ്ങിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, GR അനിൽ എന്നിവരും മേയറും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ശുചീകരണ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൃത്രിമ മഴ പെയ്യിപ്പിച്ച് പൂർണ്ണമായ ശുചീകരണത്തിലേക്ക് നഗരസഭ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഈ ഒരു പൊങ്കാലയിൽ ആയിരങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നത്. അവരെല്ലാവരും തന്നെ, ആ ഭക്തജനങ്ങളെല്ലാവരും തന്നെ പൊങ്കാല അർപ്പിച്ചു. വളരെയധികം സന്തോഷത്തോടെ അവർ ഇവിടെ നിന്നും മടങ്ങി. പക്ഷെ അതിനുശേഷം അവിടെ ഉണ്ടായിട്ടുള്ള അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളാണെങ്കിലും മറ്റ് വീതികളിലെ റോഡുകളിലെ മാലിന്യങ്ങളും മറ്റുമാണെങ്കിലും അതെല്ലാം കൃത്യമായി മാറ്റി നഗരത്തെ പഴയതുപോലെയാക്കുവാനുള്ള കൃത്യമായ നടപടിക്രമങ്ങളാണ് ഈ കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകളായി നഗരസഭയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടതാണ്. ആ ഒരു സമയങ്ങളിലെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ റോഡുകളെല്ലാം ക്ലീൻ ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കൃത്രിമ മഴയിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. കമലേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. കമലേഷ്, അവിടെ എല്ലാവരും കുടചൂടി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്രിമ മഴ ആരംഭിച്ചു. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സിന്ദൂരി, അല്പസമയത്തിനകം ഈ കൃത്രിമ മഴ പെയ്യിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം എന്നുള്ള നിലയിൽ മന്ത്രിമാരായ GR അനിൽ, അതുപോലെ തന്നെ PM മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ അത് നിർവഹിച്ചു കഴിഞ്ഞു. അവർ സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ ഈ മഴ പെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മന്ത്രിമാരിവിടെ മഴ പെയ്യുന്നതിന് മുന്നോടിയായ ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ കുടയടക്കം ചൂടിക്കൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. ഏതായാലും 22ഓളം വാഹനങ്ങളാണ് ഈ നഗരപ്രദേശങ്ങളിലാകെ റോഡുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി, മഴ പെയ്യിച്ചുകൊണ്ട് റോഡുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി 22ഓളം വാഹനങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 22 വാഹനങ്ങളിലും നമുക്ക് ഈ മഴ പെയ്യിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളുള്ള വാഹനങ്ങളാണ് 22 വാഹനങ്ങളും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തരങ്കിണിയുടെ വാഹനങ്ങൾ, 7 വാഹനങ്ങളാണ് തരങ്കിണി അവരുടെ വാഹനങ്ങൾ ആയി നൽകിയിട്ടുള്ളത്. ഇത് തരങ്കിണി എന്ന് പറയുന്നത് ഈ സിനിമയിലടക്കം ഇത്തരത്തിൽ കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വാഹനങ്ങളാണ്. അവരാണ് സിനിമയിലടക്കം കൃത്രിമ മഴ പെയ്യിക്കുന്നത്. അവരുടെ വാഹനങ്ങളാണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷവും അവരുടെ നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ മഴ പെയ്യിച്ചുകൊണ്ട് നഗരത്തെ റോഡുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു. തികച്ചും സൗജന്യമായാണ് അവർ ഈ വാഹനങ്ങളും ഈ സൗകര്യങ്ങളും നഗരസഭയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അത് ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം അത് ആരംഭിക്കുകയാണ്. മന്ത്രിമാരടക്കമുള്ള ആളുകൾ, മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ PK രാജു അടക്കമുള്ള ആളുകൾ ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗായത്രി ബാബു അടക്കമുള്ള ആളുകളുണ്ട്. ഏതായാലും അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇതിൻ്റെ എഞ്ചിനുകളടക്കം ഓൺ ചെയ്ത് കഴിഞ്ഞു. മഴ പെയ്യിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. കൃത്യമായ രീതിയിലുള്ള ഇപ്പോൾ വാഹനം പതുക്കെ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. കൃത്യമായ രീതിയിൽ നഗരത്തെ ശുചീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടമായിട്ടാണ് ഇത്തരത്തിലൊരു കൃത്രിമ മഴ കൂടി അവിടെ പെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ സിനിമാ ചിത്രീകരണ വേളയിലും മറ്റും കണ്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ തത്സമയം ഒരു നഗരത്തെ ശുചീകരിക്കുവാൻ, നഗര ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തരങ്കിണിയുടെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ കൃത്രിമ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഒരു റോഡിലൂടെ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കമലേഷ് കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുവെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമലേഷ്, ഇത്തരത്തിൽ ഈ ഒരു കൃത്രിമ മഴയെ നഗരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉണ്ടാവുക? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സിന്ദൂരി, ആകെ 22 വാഹനങ്ങളാണ് ഇതിനായി സജ്ജമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ 22 വാഹനങ്ങളും ഒന്നിനു പിറകെ ഒന്നായി പോവുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലേക്കുമായി, അതായത് നിലവിൽ ഒരു 3 വാഹനങ്ങൾ പുളിമൂട് ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പുളിമൂട് ജംഗ്ഷനിലാണ് ഈ 3 വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഒരു വാഹനം തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിവിധ ഇടങ്ങളിലേക്കായി 3 വീതം വാഹനങ്ങൾ പോകുന്നു എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 22 വാഹനങ്ങളുണ്ട്. വളരെ
പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം കൊണ്ട് തന്നെ സൈഡിൽ പോ അരമണിക്കൂർ നേരം കൊണ്ട് തന്നെ ഈ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ സൗജന്യമായി തന്നെയാണ് ഈ തരങ്കിണി അടക്കമുള്ള ആളുകൾ വളരെ സൗജന്യമായി തന്നെയാണ് ഈ സേവനം നഗരസഭയ്ക്ക് നൽകുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ റിയാസ് മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ നമ്മോടൊപ്പമുണ്ട്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ GR അനിൽ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് മറ്റു കാര്യങ്ങൾ ചോദിക്കാം. തീർച്ചയായും മേയറുമുണ്ട്. എത്രത്തോളം വാഹനങ്ങളുണ്ട്? എത്ര സമയം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയും? 20-ലധികം വാഹനങ്ങളാണ് ഇപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ ശുചീകരണം നടന്നു കഴിഞ്ഞ ഇടങ്ങളിലെല്ലാം പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട റോഡുകൾ നമുക്കറിയാം, നാളെ രാവിലെ മുതൽ സഞ്ചാരം കൂടുതലായിട്ടുള്ള റോഡുകളിൽ ഈ പൊടി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗജന്യമായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ പൊങ്കാല വിവിധ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ എല്ലാവരും നമ്മളോട് സഹകരിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ തരങ്കിണിയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ തന്നെ നോൺ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നൽകിയിട്ടുള്ള ആളുകളും നമുക്ക് ഇതിനോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ഏതായാലും ആ നിലയിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇതിൽ തരങ്കിണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ ഇതിനകത്ത് വഹിക്കുന്നത്. നേരത്തെയും കഴിഞ്ഞ വർഷവും തരങ്കിണിയുടെ കൂടുതൽ വാഹനങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. പൂർണ്ണമായും സൗജന്യമായി തന്നെയാണ് തരങ്കിണി ഈ സേവനം നഗരസഭയ്ക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ നോൺ ഡ്രിങ്കിങ് വാഹനങ്ങൾ സപ്ലൈ ചെയ്യുന്ന മറ്റ് നിരവധി സംരംഭങ്ങളുണ്ട്. അവരും ഇതിൽ ഈ നഗരസഭയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നഗരത്തിൽ ഇന്ന് രാവിലെ വളരെ കടുത്ത ചൂടും വെയിലുമാണ് അനുഭവപ്പെട്ടതെങ്കിൽ ആ വെയിലത്ത് തന്നെയാണ് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഈ തൊഴിലാളികളെല്ലാം തന്നെ നിന്നിരുന്നത്. വലിയ തരത്തിലുള്ള വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ പൊരിവെയിലിനെ പോലും കൂസാതെ അവർ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വശമാണ് നമുക്ക് കാണാൻ കഴിയുക. ആ നേരത്തെ കടുത്ത ചൂടായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ നഗരത്തിൽ കൃത്രിമ മഴ പെയ്യിച്ചുകൊണ്ട് ആ ചൂടിന് ഒരു ശമനം വരുന്നു. അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പൂർത്തിയാക്കാനും കഴിയുന്നു. സിന്ധൂരി. വ്യക്തമാണ് കമലേഷ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം നഗരത്തെ പൂർണ്ണമായും ശുചീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനഘട്ട ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് കൃത്രിമ മഴ പെയ്തിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏതാണ്ട് 22ഓളം വാഹനങ്ങളാണ് ഈ ഒരു കൃത്രിമ മഴയുടെ ഭാഗമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തരങ്കണി ഉൾപ്പെടെയുള്ളവരുടെ സേവനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവരുടെ എല്ലാവരുടെയും കൂടി ഒരു ഏകോപനത്തോടു കൂടിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.